അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ പൊൻവീട്ടിലേക്ക്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് എപ്പോഴും സാധാ ചോറൊക്കെ തിന്ന് മടുത്തിരിക്കുകയല്ലേ. അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി ഒരു തേങ്ങാച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വലിയ കറികളൊന്നും വേണ്ട. ഒരു ഇച്ചിരി പനീറൊക്കെ ഉണ്ടെങ്കിൽ അതോ ഇച്ചിരി ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം മതി. തോരനോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തേങ്ങാച്ചോറാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്നത് തേങ്ങ, ഒരു പച്ചമുളക്, നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് മുളകെടുക്കാം. പിന്നെ ഒരു കപ്പ് ചുമന്നുള്ളി, പിന്നെ കടലപ്പരിപ്പ്. ഇത് കടലപ്പരിപ്പ് ഞാനൊന്ന് വേവിച്ച് വെച്ചേക്കാണ് കേട്ടോ. കാരണം ഇനി അരിയിലിടുമ്പോൾ ഇനി ഒന്നും കൂടെ വേവും. ഞാൻ എന്നാലും വേവിൻ്റെ അനുസരിച്ച് ഇത് ഒന്നും കൂടെ ഒന്ന് വേവിച്ച് വെച്ചേക്കാണേ. പിന്നെ ഇത് പൊട്ടുകടല, പിന്നെ പൊട്ടുകടലയ്ക്ക് പകരം കപ്പലേണ്ടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ മല്ലിയില, കറിവേപ്പില, പിന്നെ ബിരിയാണി റൈസാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ, കൈമ. പിന്നെ വലിയ ജീരകം, പട്ട, ഗ്രാമ്പു, നക്ഷത്രം, ഏലയ്ക്ക, ചെറിയ ജീരകം, ഉലുവ, കുറച്ച് എള്ള്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ജാർ എടുക്കുക. ജാറിലോട്ട് ഈ തേങ്ങയും പച്ചമുളകും ചുമന്നുള്ളിയും ഈ പെരുംജീരകവും ഒന്ന് ചതച്ചുകൊണ്ട് വരിക. അപ്പോൾ ആദ്യമേ അത് ചെയ്ത് വയ്ക്കണം. അതിനുശേഷം ഞാൻ ഒരു ഗ്ലാസ് റൈസാണ് എടുത്തേക്കുന്നത്. ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഈ പട്ട, ഗ്രാമ്പു, നക്ഷത്ര, ഏലയ്ക്ക ഇട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് അരിയിടാം. നമ്മൾ ബിരിയാണി ചെയ്യുന്ന കണക്കിന് അതിന് മുമ്പേ നമുക്ക് വേണമെങ്കിൽ ചുമന്നുള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് ചെയ്യാം. നെയ്യ് ഒഴിച്ച് കേട്ടോ. നെയ്യും കൂടെ ആവശ്യത്തിന് വേണം. നെയ്യിലാണിത് ചെയ്യുന്നത്. ആദ്യമേ നമുക്ക് കുക്കർ അടുപ്പ് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തേക്കുന്നത് കേട്ടോ. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ ചെറിയ ഉള്ളിയുടെ കാര്യം പറഞ്ഞിട്ടില്ലേ, നമുക്ക് ഈ തേങ്ങയും ചെറിയ ഉള്ളിയും പെരിഞ്ജീരകവും കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം. അപ്പോഴത്തേക്ക് ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ നെയ്യ് ഒഴിച്ച് നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. നമുക്ക് നെയ്യ് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ചെറിയൊരു സവാള ഒന്ന് ഇങ്ങനെ കൈ വെച്ചായിട്ട് ഒരു സവാള, അതിൻ്റെ കൂടെ ഇത്തിരി കറിവേപ്പില, അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, നക്ഷത്രം, ഇതും കൂടെ ഒന്നിടുക. ഇതൊന്ന് ചുമക്കെ വറുക്കുക. അധികം അങ്ങ് മൂത്ത് പോകണ്ട കേട്ടോ. നെയ്മണമൊക്കെ ഏതാണ്ട് വരുന്ന കണക്ക് ആക്കിയാൽ മതി. ഒന്ന് വറുക്കുക. നമുക്ക് നമ്മുടെ ഒരു ഗ്ലാസ് അരി എടുത്തേക്കുന്ന 2 ഗ്ലാസ് വെള്ളം, ഒറ്റ വിസിൽ. അപ്പോൾ ഈ അരി ഒന്ന് കഴുകിക്കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം വാടിയിട്ടുണ്ട്. നമുക്ക് ആ അരി എടുത്ത് ഇതിലോട്ടിടാം. അരി നെയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് തീ കയറിയാൽ മാത്രം മതി. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ വേണ്ടത്, നമ്മൾ എടുത്ത ഗ്ലാസ്സിന് തന്നെ 2 ഗ്ലാസ് വെള്ളം. ഏത് ഗ്ലാസ്സിലാണോ എടുത്തത്, ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം. 1, 2. ഇപ്പോൾ നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ച കടലപ്പരിപ്പ്, വേവിച്ച് കുറച്ച് വെച്ചതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ ചെറിയ ജീരകവും ഒരു 3-4 ഉലുവയും, ചെറിയ ജീരകവും 3-4 ഉലുവയും കൂടി. എള്ളൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇളക്കിയിട്ട് ഉപ്പിടാം. വേണ്ടേ, 1 സ്പൂൺ ഉപ്പ്, നല്ലൊരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഒറ്റ വിസിൽ കേൾപ്പിക്കാം. നമ്മൾ കുക്കർ അടച്ചിട്ടുണ്ട്. നമുക്ക് ഒരേ ഒരു വിസിൽ കേട്ടോ. ഒരു ചെറിയ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. കണ്ടില്ലേ, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് കടലപ്പരിപ്പിടാം.
കടൽപ്പരിപ്പൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അത് എള്ളും കൂടെ ഇടാം. വെള്ള എള്ളാണ് കേട്ടോ, വെള്ള എള്ള് വേണം കേട്ടോ. വെള്ള എള്ളും കൂടെ ഇട്ട് മൂപ്പിച്ച് വയ്ക്കാം. അതും കൂടെ മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയും ചുമന്നുള്ളിയും പെരുംജീരകവും ഇതിലോട്ട് തട്ടാം. നല്ല ടേസ്റ്റാണ് ഈ ചോറ് തിന്നാൻ കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് കണക്കുള്ള ചോറുകളൊക്കെ വെച്ച് കഴിച്ചിട്ട് എൻ്റെ കമൻ്റ് ഒന്ന് അയക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നല്ല വെറൈറ്റി ഒരു ചോറാണ് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് നെയ്ക്കകത്തൊന്ന് വാട്ടിയാൽ മാത്രം മതി കേട്ടോ. മൂപ്പിച്ചെടുക്കണ്ട. നല്ല തേങ്ങാപ്പാൽ പോവും. തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ഒന്ന് നെയ്യിലൊന്ന് വാടിയാൽ മാത്രം മതി. സ്റ്റവ് ഓഫാക്കുക. ഞാൻ അതിനെ കഴിക്കാൻ ഒരു ചിക്കൻ പനീറാണ് വെച്ചേക്കുന്നത്. ചിക്കനും പനീറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ചെറിയൊരു കറി. ഒന്നുമില്ല, സാധാരണ ചിക്കൻ എരിയൊക്കെ കുറച്ച് വെച്ചിട്ട് അതിനകത്ത് പനീറിട്ട് മിക്സ് ചെയ്ത് ഇച്ചിരി ജീരകം പൊടിച്ചിടുക. അത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയ ജീരകം എന്നിട്ട് കുരുമുളകും ഇട്ട് ഒരു ചെറിയ എരിയില്ലാത്തൊരു കറിയും വെച്ചിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. കണ്ടില്ലേ? ഒറ്റ വിസിൽ കേട്ടാൽ മതി കേട്ടോ. ചോറും പരിപ്പും എല്ലാം കൂടെ ഒന്നിച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് തേങ്ങ ഇടാം. നമ്മൾ തേങ്ങ നെയ്യിലൊക്കെ മൂപ്പിച്ച് വെച്ചിട്ട് തേങ്ങയും പൊട്ടുകടലയും എല്ലാം വറുത്ത് പൊടിച്ച് വെച്ചിട്ട് അത് നമുക്ക് ഇതിനകത്തൊക്കെ മിക്സ് ചെയ്യാം. കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ തേങ്ങാച്ചോറ്. മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി നേരത്തെ തന്നെ വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടിപൊളിയായി കഴിക്കാം. നമ്മൾ തേങ്ങയൊക്കെ നെയ്യിൽ മൂപ്പിച്ചുകൊണ്ട് അധികം നേരം ഈ ചോറിനകത്ത് ഇട്ടേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നല്ല ആ തേങ്ങ പാലിൻ്റെ ആ മണമൊക്കെ നമുക്ക് ഉടൻ തന്നെ കിട്ടും. നെയ്യുടെ മണവും എല്ലാം കിട്ടും. കണ്ടില്ലേ? നമുക്ക് കുറച്ച് മല്ലിയില ഇടുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളൊരു തേങ്ങാച്ചോറ് ഇതേപോലെ തന്നെ വെച്ച് കഴിക്കണം കേട്ടോ. അടിപൊളിയാണ്. നമുക്കിത് കഴിക്കാൻ വിളിക്കാം. മുരളിച്ചേട്ടന് ഇവിടെ ആളുകൾക്ക് കൊടുക്കാം കേട്ടോ. ഇവിടെ തേങ്ങാച്ചോറ് ഇടാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ തേങ്ങാച്ചോറും നമ്മുടെ ചിക്കൻ പനീറും ഓക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാവർക്കും നമസ്കാരം. എന്തായാലും കഴിക്കാനുള്ള ആളിനെയും കൂടെ ഒന്ന് വിളിച്ചേക്കാം. ആളിനെ കാണിക്കുന്നില്ല കേട്ടോ. ആൾ കഴിച്ചിട്ടൊന്ന് പറയട്ടെ എങ്ങനെയുണ്ടോ. അപ്പോൾ മുരളിച്ചേട്ടനെ കാണിക്കുന്നില്ല ഞാൻ. മുരളിച്ചേട്ടൻ കഴിക്കാൻ വന്നിട്ടുണ്ട്. മുരളിച്ചേട്ടൻ കഴിച്ചിട്ട് പറയും എങ്ങനെ ടേസ്റ്റ് പറയും. പനീർ ചിക്കനും തേങ്ങാച്ചോറിൻ്റെ ടേസ്റ്റ് ഇപ്പം പറയും. വോയിസ് മാത്രം കേൾക്കാം എല്ലാവർക്കും. സൂപ്പറാട്ടാ, നല്ല രസമുണ്ട്. എന്തൊക്കെയാ സംഭവങ്ങൾ? ഇത് തേങ്ങാച്ചോറ്, പനീറും ചിക്കനും, ഇത് കിഴങ്ങ്, ഇത് നമ്മളെ സലാഡ്. എങ്ങനെയുണ്ട്? കൊള്ളാമല്ലോ. സൂപ്പറല്ലേ? നോക്കട്ടെ. എനിക്കൊരു ഉള്ള തന്നേ. നോക്കട്ടെ. മതി അത്രയൊന്നും എടുക്കില്ല. ചിക്കൻ എടുക്കല്ലേ, പനീർ മാത്രം എന്താ.
ഉള്ള നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. കൊള്ളാം, നന്നായിട്ടുണ്ട്.